ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലേ? ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ പനീർ മസാലയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ വെറുതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ ചൂടുവെള്ളത്തിൽ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയിലേക്ക് നമ്മൾ മസാല എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ പനീറും കൂടെ ഇട്ട് ഈ കാഷ്യൂ ഒന്ന് അരച്ചൊഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് കേട്ടോ ഈ പനീർ മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ അച്ഛനും മുഖമൊക്കെ ഇഷ്ടമാണ് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട്. ആളോട്ടേക്ക് ചപ്പാത്തി പനീർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നൂലപ്പം കറിയൊക്കെ ആണെങ്കിൽ വലിയ മെച്ചമില്ല കേട്ടോ, ചില ദിവസം ആൾ കഴിക്കാതെയും വരും. ഇതൊക്കെ ആകുമ്പം കഴിച്ചോളും. അപ്പോൾ ഈ ബാലൻസ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും വരുമ്പോൾ കഴിക്കും കേട്ടോ. ഇതിനോട് ഇഷ്ടമാണ്. എല്ലാം റെഡി ആയിട്ടോ. മാളൂന് നേരത്തെ തന്നെ ആറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി പാത്രത്തിലെടുക്കുമ്പോൾ ചൂടോടെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാളൂൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മാളു സ്കൂളിൽ പോകുമ്പോൾ തന്നെ ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. മാളു അനീഷേട്ടനും പോയി. ഇന്ന് രാവിലെ ഇച്ചിരി തിരക്കായിരുന്നു കേട്ടോ മൊത്തത്തിൽ. മാളു പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അനീഷേട്ടന് പെട്ടെന്ന് പോകണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഫോണൊക്കെ വന്ന് ഞാൻ കുറച്ച് നേരം സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. വന്ന് ലഞ്ച് പരിപാടിയൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ടു. കുറച്ച് സമയം അങ്ങോട്ട് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ പിടിക്കാൻ അങ്ങനെയൊന്നും സമയം കിട്ടിയില്ല. അപ്പം ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചത്തേക്ക് ചോറിന് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ റോസ്റ്റായിട്ട് ചെയ്തു. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അത് തോരനാക്കി. മീൻ കറി ഉണ്ട് കേട്ടോ. അനീഷേട്ടൻ ചോറിനാൻ വരാറാകുമ്പോഴത്തേനും ഞാൻ എല്ലാം എടുത്ത് വെച്ചേക്കൂട്ടോ. അപ്പോൾ ഇപ്പോൾ വരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അനീഷേട്ടന് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും എത്തും കേട്ടോ. പിന്നെ തിരിച്ചു പോകണത് 2 മണിയൊക്കെ ആകുമ്പോൾ പോവും. മാളു ആണെങ്കിൽ മാളുവിന് 2 മണിക്ക് വിടും. പക്ഷേ എത്തണത് ഒരു 3 മണിയാവും കേട്ടോ. മാളു എല്ലാവരെയും ഡ്രോപ്പ് ചെയ്ത് ലാസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് മാളു 3 മണിയാവും എത്തുമ്പോൾ. അപ്പം അനീഷേട്ടൻ വന്നു ഞങ്ങൾ ചോറുണ്ടു. അപ്പോൾ ആ ചോറുണ്ണുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ അനീഷേട്ടനാണെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. അങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചോറുണ്ടതിന് ശേഷം ചോറുണ്ട് കഴിയുമ്പോൾ ഒരു ചെറിയ മധുരം തീറ്റയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് ഇന്ന് കപ്പലണ്ടി മിഠായി മേടിച്ച് വെച്ചിട്ടുണ്ടായിട്ട്. മാളുവിന് കപ്പലണ്ടി മിഠായി ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളും എടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോറുണ്ട് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിക്കും. ഈ ചേട്ടൻ പോയിട്ട് ഒന്ന് നേരത്തെ പോയി. ഓഫീസിൽ വർക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ഈ മാളു വരെ ഇനി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാളുവിന് വൈകുന്നേരം ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ച് വെച്ചു. മാളു വരാറായിട്ടുണ്ട്. മാളു വന്നു, ബെല്ലടിച്ചു കേട്ടോ. ആളുകുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഞങ്ങളുടെ സമയങ്ങളൊക്കെ പെടപെടേന്ന് പോയിക്കോളൂ കേട്ടോ. വന്നു കഴിഞ്ഞാൽ കുറേ വിശേഷം പറച്ചിലായി, കഴിപ്പായി. വന്നു കഴിഞ്ഞാൽ മാളുകുട്ടി സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ധൃതിയായിട്ട് ഞാനും പുറകെ ചെല്ലും. അപ്പോൾ ഇന്ന് സ്കൂളിലുണ്ടായ കാര്യങ്ങൾ, ബസ്സിൽ അവർ ഫ്രണ്ട്സ് തമ്മിലുണ്ടായ കാര്യങ്ങൾ, ആരെങ്കിലും ബർത്ത്ഡേക്ക് മിഠായി തന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ടാവും കേട്ടോ മാളുവിന്. ആള് ഡ്രസ്സ് മാറി ഫ്രഷ് ആവാൻ പോയ സമയത്ത് ഞാൻ ചോറെടുത്തു. ഇന്ന് ചിക്കൻ ഉണ്ടായുള്ള കാരണം ചോറിൻ്റെ മടി ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടമില്ലാത്തതൊക്കെ ആണെങ്കിൽ പതിയാണെങ്കിൽ ഇന്ന് കഴിക്കത്തുള്ളൂ. ആള് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ചോറിനുള്ള സമയത്ത് സ്കൂളിൽ നടന്ന വിശേഷങ്ങളും അങ്ങനെയുള്ളതൊക്കെ കുറേ കഥകളുണ്ടാവും കേട്ടോ പറയാനായിട്ട്. അതൊക്കെ കേട്ടിരുന്ന് ഞങ്ങളിങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് ചോറുണ്ണും. അപ്പം ആളുകുട്ടി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൊജക്റ്റ് വർക്കൊക്കെ ഉള്ളായിരുന്നു. അപ്പം ഇന്നിപ്പോൾ വന്നപ്പോൾ തലവേദനയുണ്ട്, ചെറിയ മൂക്കടപ്പും ഉണ്ട്. ഒന്ന് ആവി പിടിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആവിക്ക് കൊടുക്കാൻ പോകാം കേട്ടോ. ആൾ റൂമിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലത്തിലാണ് എപ്പോഴും ആവി പിടിക്കുന്നത്. ആൾ കുളിക്കാൻ കയറിയേക്കാണ്. ആ സമയത്ത് ഈ ഡ്രിങ്ക് അഴച്ചു വെച്ചാൽ വരുമ്പോൾ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് കാഷ്യൂ, ആൽമണ്ട്, പിന്നെ കുറച്ച് ഈന്തപ്പഴം കൂടെ ഇട്ട് പാലിട്ട് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മാളുവിനെ തണുപ്പിക്കാതെ കൊടുക്കും. ഞങ്ങൾക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കിട്ട് അപ്പോൾ നടക്കാൻ പോകും വൈകുന്നേരം. അതിന് മുമ്പ് ഇതൊരു ഗ്ലാസ് അങ്ങ് കുടിക്കും കേട്ടോ. മാളുവിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാക്ടിക്കൽ കേട്ടോ. നാളെ ICTയുടെ പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ എന്തൊക്കെ ചെയ്യാണ്.
ICTക്ക് പ്രാക്ടീസ് ചെയ്യട്ടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ എനിക്കും പറഞ്ഞു തരും ആൾക്ക് കൂടുതൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നൊക്കെ. ഞാൻ ICT ഒന്നും അങ്ങനെ നോക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയൊന്നുമില്ല. പിന്നെ അത് കാരണം തന്നെ മാളും ഇതിരുന്ന് പഠിച്ചോളും. മാള് അപ്പറയാണ് ആ സമയം ഞാൻ തേച്ചൊക്കെ വെക്കും കേട്ടോ. രാവിലെ തേക്കാനൊന്നും സമയം കിട്ടിയില്ല. രാവിലെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ തേച്ചത്. അനീഷേട്ടനുള്ളതും മാളുവിനുള്ളത് ഈ സമയത്ത് തേച്ചെടുത്ത് വെക്കും. പാവാട മാളുവിൻ്റെ ഉണങ്ങിയിട്ടില്ല കേട്ടോ, അത് തന്നെ ഷർട്ട് മാത്രമേ ഞാൻ തേച്ചിട്ടുള്ളൂ. മാളുവിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയായിട്ട് ഇരിക്കണേ. ഡ്രസ്സുകളും പുസ്തകങ്ങളും മാളുവിന് ഉപയോഗിക്കുന്ന എല്ലാം ഈ കബോർഡുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാളുവിൻ്റെ കബോർഡാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. മാളൂസിൻ്റെ പ്രാക്ടീസും കഴിഞ്ഞു. ഇനി മാളു അതെന്തോ വായിച്ചൊക്കെ പഠിക്കാനുണ്ട്. അനീഷേട്ടൻ അപ്പത്തേനും വന്നു കേട്ടോ. അനീഷേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ നടക്കാൻ പോവും. മാളു ആ സമയത്തിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക കേട്ടോ. ഈ ഞങ്ങൾ കൊണ്ടുപോകാറില്ല, കാരണം തണുപ്പും കാറ്റുമൊക്കെ അടിച്ച് ജലദോഷം ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ കൊണ്ടുപോയാൽ പിന്നെയും ജലദോഷം വരും. അത് കാരണം കരോട്ടയ്ക്കൊക്കെ വിട്ടിട്ടില്ല. ഇത് കുറേ ദിവസമായി കരോട്ടയ്ക്ക് പോയിട്ടൊക്കെ. ഇനി ഞങ്ങൾ പോയിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരുള്ളൂ. ഈ കാണുന്ന കേട്ടോ മസ്കറ്റിലെ ഏറ്റവും വലിയ പള്ളി. ഞാനിത് 2-3 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ടാണ് ഞങ്ങൾ നടക്കാൻ പോണത്. മോർണിംഗിൽ ഒരു ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റിൽ ആണ് ഞങ്ങൾ, ഈവനിങ്ങിനാണ് എപ്പോഴും പോകുന്നത്. മോർണിംഗിൽ പോക്ക് കുറവാണ്. ഇത് നല്ല ഭംഗിയായിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു ഫീല് നല്ല സൂപ്പറാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് നമുക്ക് നടക്കാൻ ഒന്നും ഒരു തടസ്സമില്ലാത്തൊരു ഏരിയ ആയിട്ട്. ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടാവും നടക്കാനായിട്ട്. പള്ളി രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആയിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.